കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും പിണറായി സർക്കാരിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് വി.എം. സുധീരൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ പറഞ്ഞു. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കൈവിട്ട് ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് സർക്കാർ മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുധീരൻ. സർക്കാരിന്റെ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും ജനപക്ഷ സമീപനം കുറയുന്നതായും അദ്ദേഹം വിമർശിച്ചു. അതേസമയം മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കമുണ്ടാകില്ലെന്നും പാർട്ടിക്ക് അതിന്റേതായ വ്യക്തമായ രീതിയും ക്രമവുമുണ്ടെന്നും സുധീരൻ വ്യക്തമാക്കി. അവരുടെയൊക്കെ അണികളിൽപ്പെട്ട സാധാരണക്കാരായ ആളുകൾ പോലും അവരുടെ നേരത്തെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ വിസ്മരിച്ചുകൊണ്ട് തന്നെ ഈ തവണ UDF അനുകൂലമായി വിധി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും 10 വർഷക്കാലമായി അവർ തുടർച്ചയായ അധികാരത്തിലല്ലേ. ജനങ്ങൾക്ക് ഇന്ന കാര്യം നല്ല രീതിയിൽ ചെയ്തു, രാജ്യത്തിന് വേണ്ടി, നാടിനു വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏത് PR വർക്കിനേക്കാളും പ്രധാനമാണല്ലോ ജനങ്ങളുടെ അനുഭവങ്ങൾ. എത്ര PR ഉണ്ടെങ്കിലും ജനങ്ങളുടെ അനുഭവം മറിച്ചാണെങ്കിൽ PR വല്ല പ്രസക്തിയാണ്. ഇപ്പൊ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണകക്ഷി ആയിട്ടുള്ള നേതാക്കന്മാരും അവരുടെ സംവിധാനമൊക്കെ അതിവിപുലമായ PR വർക്ക് നടത്തി. ഇതോ ഇത്രയും PR വർക്ക് ഇത്രയും അതിസംഘടിതമായി മുന്നോട്ട് പോയി ഇതുപോലൊരു കാലമുണ്ട്. പക്ഷേ ജനങ്ങളുടെ അനുഭവങ്ങളാണ് ഏറ്റവും നിർണായകമായ വിധിയിലേക്ക് നയിക്കുന്നത്. ആ അനുഭവങ്ങൾ തന്നെ UDF അനുകൂലമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെടേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരേണ്ടത് ദേശീയ തലത്തിൽ ആവശ്യമാണ്. നമുക്കറിയാം, മോഡി സർക്കാരൊക്കെ നേരത്തെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുടെ പിന്തുണയോട് കൂടി മാത്രമാണ് അവർക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇനി അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അവരുടെ പതനം തീർച്ചയായും ഉണ്ടാകും. കേരളത്തിലെ ഗവൺമെന്റ് ആകട്ടെ, ബഹുമാന്യനായ പിണറായി നയിച്ച സർക്കാരാകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ ത്യാഗതനരായ മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മുൻകാല മുഖ്യമന്ത്രിമാരും ഉയർത്തിപ്പിടിച്ചിരുന്ന ആ ആശയപരമായ നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തീർച്ചയായും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാടാണ്. കമ്മ്യൂണിസം കൈവിട്ട് ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകും. അതുപോലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം ഇല്ലാതാക്കി ക്രിമിനലുകളുടെ തേർവാഴ്ച ഒരു നിയന്ത്രണമില്ലാതെ അനിയന്ത്രിതമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വർഗീയ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ഭിന്നിപ്പിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന്. ഏറ്റവും ഒടുവിൽ ഞാൻ ഇന്നലെ TV കണ്ടത് പയ്യന്നൂരിൽ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ. ഈ കുഞ്ഞികൃഷ്ണനോട് എനിക്കൊരു പ്രത്യേക മതിപ്പുള്ളത്, കുഞ്ഞികൃഷ്ണൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച ആളല്ല. അദ്ദേഹം ആദ്യമേ ചില നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് രക്തസാക്ഷിയുടെ പണം പോലും അപഹരിക്കപ്പെടുന്ന സാഹചര്യം, ജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന പണം കൃത്യമായ കണക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം, അത് പല തലങ്ങളിലും ദുരുപയോഗപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം, ഇത് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിരുന്നു. ഞാൻ UDF സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു. ആ യോഗത്തിലും പിന്നീടും എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുഞ്ഞികൃഷ്ണൻ അനുകൂലമായ ഒരു നിശബ്ദമായ നല്ലൊരു മുന്നേറ്റം അവിടെ കാണുന്നു. അവിടെ എന്താണ് CPM നിലപാട്? കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച CPMന്റെ, കഴിഞ്ഞ കാലം CPMനെ പിന്തുണച്ച ഒരു പ്രധാനപ്പെട്ട ആളുടെ കുടുംബത്ത് കയറി, വീട്ടിൽ കയറി അതിക്രൂരമായ അക്രമമല്ലേ നടത്തിയിട്ടുള്ളത്. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഓഫീസ്
ആ കൊടുത്ത ആളെ ഭീഷണിപ്പെടുത്തി പിന്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലാത്തവരെ അംഗീകരിക്കാത്ത ഒരു രീതി കമ്മ്യൂണിസം ഒരു കാലത്ത് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഫാസിസ്റ്റ് ശൈലിയുമായി മുന്നോട്ട് പോകും. കമ്മ്യൂണിസം കൈവിട്ട് ഫാസിസം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞ ഭരണാധികാരിയായിട്ടുള്ള ആളുകൾ തന്നെ ഇപ്പോൾ സമൂഹത്തെ മുന്നോട്ട് നീക്കുന്നു, പാർട്ടിയെ മുന്നോട്ട് നീക്കുന്നു. അവരുടെ ശൈലി അതായി മാറിയിരിക്കുന്നു. തങ്ങൾക്കിഷ്ടമില്ലാത്തത് ആര് പറഞ്ഞാലും അവരെ ഉൾക്കൊള്ളാതെ അവരെ അടിച്ചമർത്തുന്നു, അവരുടെ നേരം അക്രമം വ്യാപകമാക്കുന്ന വളരെ തെറ്റായ ഒരു പ്രവണത ജനാധിപത്യ വിരുദ്ധമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സ്ഥിതിഗതികൾ, ദേശീയ താല്പര്യങ്ങൾ വിലയിരുത്തുന്ന ഏവർക്കും, കേരളത്തിലെ രാഷ്ട്രീയം വിലയിരുത്തുന്ന ഏവർക്കും കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ് BJPയെ തള്ളി CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളി ഈ തവണ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചരിത്ര വിജയം നേടും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.